അങ്ങനെ റിസൾട്ട് വന്നു. ഞാൻ ഫെയിലായി. ഞാൻ ഒട്ടുമിക്ക ജോബുകളും ചെയ്തിട്ടുണ്ട്. പച്ചക്കറി കടയിൽ നിന്നുണ്ട്. അവിടെ പാർട്ട് ടൈം ആയിട്ട് കയറിയാണ്. ഒട്ടുമിക്ക ഇങ്ങനെ സാധനങ്ങൾ സഹായിക്കാനും എടുത്തു കൊടുക്കാനും അങ്ങനത്തെ ഒരു ഇതിൽ. പിന്നെ ഒരു 1 മന്ത് പെട്രോൾ പമ്പിൽ നിന്നുണ്ട്. പെട്രോൾ പമ്പിൽ പിന്നെ 1 മന്ത് നിന്നുള്ളൂ, അധികം കാലം നിന്നൊന്നുമില്ല. പിന്നെ ഞാൻ മൊബൈൽ ഷോപ്പിലേക്ക് കടന്ന്. എനിക്ക് ആദ്യമേ ഒരു മൊബൈലിനോടൊക്കെ ക്രേസ് ഉണ്ടായിരുന്നു. ഞാൻ മൊബൈൽ ഷോപ്പിൽ തന്നെ വർക്ക് ചെയ്തിരിക്കുമ്പോഴാണ് എനിക്ക് മാഗ്രസ് എന്നൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നത്. മൊബൈലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്നെ ഇവർ പറയണ്ടായിരുന്നു, ഇവർ പഠിപ്പിക്കണമൊക്കെ തന്നെ. ഞാനപ്പം ഒന്നും നോക്കിയില്ല, വീട്ടുകാരെ വിളിച്ച് കാര്യം പറഞ്ഞു. എൻ്റെ 4 കസിൻസ് കൂടെ എന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കും പ്ലേസ്മെൻ്റ് ആയി, ജോബായി. പിന്നെ ഒന്നും നോക്കിയില്ല, എൻ്റെ വീട്ടുകാരോട് അതും പറഞ്ഞപ്പോൾ വീട്ടുകാർ പറഞ്ഞു എന്തായാലും മാഗ്നസിൽ പോയി പഠിച്ചോ, ഉറപ്പിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഈ മാഗ്നസിൽ എത്തിപ്പെട്ട് 6 മന്ത്സ് തോതിലായി ഇപ്പം ഇവിടെ വന്നിട്ട്. ഈ 6 മന്ത്സിൽ ഇപ്പം ഇങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ സാറുമാരായാലും ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും നല്ല ഫ്രണ്ട്ലിയാണ് നമ്മളോട്. ക്ലാസ്സൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ അത് ഓരോ വൈബിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ തന്നെ എടുക്കാറ്. സ്വന്തമായിട്ട് 2 സോഫ്റ്റ്വെയർ വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ മാഗ്നസിൽ തന്നെ പഠിക്കണമെന്ന് വെച്ച് വന്നൊന്നല്ല, മൊബൈലിൻ്റെ ഒരു ഇതിൽ ക്രേസിൽ വന്നതാണ്. അവസാനം ഞാൻ മാഗ്നസിൽ എത്തിപ്പെട്ടു. മാഗ്നസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചായിട്ട് അടിപൊളിയായിട്ട് എനിക്ക് ഇവിടെ പഠിക്കാനും പറ്റുന്നത് അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഒരു കാര്യം പറയാനുള്ളൂ കാരണവരോട്, +2 ഫെയിലായെന്ന് വെച്ചാൽ ആരും ഇങ്ങനെ ബാഡായിരിക്കുമോ ഡിപ്രഷൻ ആയിരിക്കും അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്താണ് പഠിക്കാൻ താല്പര്യം നമ്മളത് ചൂസ് ചെയ്ത് പോവാം.